നമ്മുടെ പുതിയ ട്രാക്കിൽ അടുത്തത് എന്ത് ആഡ് ചെയ്യും എന്നാലോചിച്ചിരിക്കുമ്പോഴാണ് ഈ ഒരു കമന്റ് ഞാൻ ശ്രദ്ധിക്കുന്നത്. എന്നാൽ പിന്നെ നമുക്കൊരു സീസോ ടൈപ്പ് ട്രാക്ക് അങ്ങോട്ട് ഉണ്ടാക്കിയെടുത്താലാ. ആദ്യം തന്നെ നമുക്കൊരു സ്റ്റാൻഡ് സെറ്റ് എടുക്കണം. അതിനാവശ്യമായിട്ടുള്ള അളവും കാര്യങ്ങളൊക്കെ ഞാൻ മാർക്ക് ചെയ്തിട്ട് ഇതേപോലത്തെ 2 പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ട്രാക്കിന്റെ ലെങ്തിനനുസരിച്ചിട്ടുള്ള ഇതേപോലത്തെ 2 പീസുകളും അതിൽ കണക്ട് ചെയ്യാനുള്ള ചെറിയ പീസുകളും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടിംഗ് എല്ലാം കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റാൻഡ് സെറ്റ് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ 2 പീസുകൾ കൂട്ടി വെച്ചിട്ട് ഇതേപോലെ ഒരു കട്ടിംഗ് ഞാൻ കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. നമ്മുടെ വീഡിയോ കാണുന്ന പലരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് വെച്ചിട്ട് നമ്മുടെ ട്രാക്കിൽ അടുത്ത് എന്ത് ഐറ്റം ആഡ് ചെയ്യണമെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് അടിച്ചേക്കട്ടാ. അങ്ങനെ സ്റ്റാൻഡ് സെറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചാൽ ഈ നീളത്തിലെ പീസ് എടുത്തിട്ട് നമ്മുടെ കാറിന്റെ വീതിക്ക് അനുസരിച്ചിട്ട് ഇതേപോലത്തെ ചെറിയൊരു പീസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇനി അത് കാർ കയറുമ്പോഴത്തേക്കും ബെൻഡ് ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു സ്റ്റിക്കും കൂടി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് ഇതേപോലെ നിരത്തി അങ്ങോട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ട്രാക്കും സ്റ്റാൻഡും കൂടി കണക്ട് ചെയ്യാനായിട്ട് ചെറിയൊരു പീസ് ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ട്രാക്കിന്റെ സെന്ററിലായിട്ട് ഒട്ടിക്കരുത്, ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് കൂടുതൽ കയറ്റി വേണം ഒട്ടിക്കാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഇതേപോലെ ഒരു സീസോ ടൈപ്പ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത എന്തായിട്ട് ഉണ്ടാക്കണമെന്ന് കമന്റ് അടിക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെച്ചേക്കിട്ടാ.